ഇപ്പോൾ സുഹൃത്തുക്കളെ, വിഷ്ണുവാണേ. അപ്പോൾ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ തെങ്ങ് ചെയ്യാൻ വേണ്ടിയാണ്. തെങ്ങ് ചെയ്യാൻ വന്നപ്പോൾ ഈ ഒരു അവസ്ഥ കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത് അങ്ങ് തീരെ പോയിരുന്ന തെങ്ങായിരുന്നു. അതിൻ്റെയൊക്കെ നമ്മൾ മണ്ടയൊക്കെ ചെയ്ത് നല്ല രീതിക്ക് തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടി. ഇതിൻ്റെ കാവലം ഞാൻ ഇറങ്ങിയിട്ട് കാണിച്ചു തരാം കേട്ടോ. എന്തുമാത്രം അതിൻ്റെ കാവലം കിട്ടിയെന്ന് ഞാൻ ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പറയുന്നപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോഴേ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറയുമ്പോൾ നമ്മളൊരു ഇതെല്ലാം തെങ്ങെല്ലാം ചെയ്ത് കഴിയാൻ നേരത്ത് നമുക്കൊരു 9 മാസം കൊണ്ട് അതിൻ്റെ റിസൾട്ട് കിട്ടാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായി. ആ രീതിക്ക് നമുക്ക് കിട്ടും. ഓക്കെ, നമ്മളത് പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ടാണ് നമുക്ക് പോകുന്നതെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇവരുടെ അശ്രദ്ധ മൂലമാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇത് 4 മാസം കൂടാൻ നേരത്ത് നമുക്ക് തെങ്ങിൻ്റെ നമ്മൾ ചെയ്തതിന് ശേഷം 4 മാസമോ 5 മാസമോ കൂടാൻ നേരത്ത് നമുക്ക് തെങ്ങിൻ്റെ മണ്ടയൊന്ന് വൃത്തിയാക്കി കൊടുക്കുക. അതേപോലെ തന്നെ പിന്നെ ഹോമിയോ കൂടെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഹോമിയോ ചെയ്യാൻ നേരത്തെ തന്നെ ഇതിൻ്റെ നമുക്ക് ഇത് തീയൻപിടി തെങ്ങാണ്. ഈ തീയൻപിടി തെങ്ങിൽ ധാരാളം മധുരമുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ കൊമ്പനായാലും ചെമ്പൻചെല്ലിയായാലും കയറി അതിനെ നശിപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നപ്പോൾ ഈ 4 മാസം കൂടുമ്പോഴത്തേക്ക് തന്നെ ഈ തെങ്ങും വൃത്തിയാക്കി കൊടുക്കുക. അതേപോലെ ഹോമിയും ചെയ്ത് കൊടുക്കുക. ഇവരങ്ങനെ ഒന്നും നമുക്ക് ഒന്നും ചെയ്യത്തില്ല. ലാസ്റ്റ് ഘട്ടത്തിലാണ് നമ്മളെ അറിയിച്ചത്. അപ്പോൾ നമ്മൾ വന്ന് ഇപ്പം നോക്കിയാൽ അറിയാം, ഇത് കംപ്ലീറ്റ് നമ്മൾ ചെത്തി വിട്ട് കേട്ടോ. ചെത്തി വിട്ട അവസ്ഥയിലാണ് നിൽക്കുന്നത്. നമ്മൾ തീരെ പോയി നിർത്തിയെങ്കിൽ അതിനെ നല്ല രീതിക്ക് തന്നെ അതിൻ്റെ കാഫലമൊക്കെ നമ്മൾ പിന്നെ ചെയ്ത് സെറ്റ് ചെയ്തതായിരുന്നു. ഇപ്പോൾ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഞാൻ അതിൻ്റെ കാണിച്ചു തരാം കേട്ടോ. അതിൽ എന്തുമാത്രം എന്നാണ് നമുക്ക് അതിനകത്ത് എന്തുമാത്രം കരുക്കാണ് തേങ്ങയാണ് ഇത് പിടിച്ചിരിക്കുന്നതെന്ന്. ഇപ്പോൾ ഒട്ടും പോയിരുന്ന തെങ്ങാണ് കേട്ടോ. ആ അവസ്ഥയിലാണ് നമ്മൾ ഇങ്ങനെ ആക്കിയെടുത്തത്. പക്ഷേ അവർ അശ്രദ്ധ മൂലമാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പോഴും ആരും ഒരിക്കലും ഇങ്ങനെ ചെയ്ത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വന്നാൽ നമുക്ക് ചെയ്യാനുള്ളത് ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഇതിൻ്റെ മണ്ട കംപ്ലീറ്റ് വൃത്തിയാക്കിയതിന് ശേഷം ഈ ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ചെമ്പൻചെല്ലിയാണ് ഇതിന് കയറിയേക്കുന്നത്. കുമ്പൻചെല്ലി 4 ഭാഗമില്ല. ചെമ്പൻചെല്ലി ചുവപ്പാണ്. അപ്പോൾ ഇവൻ കയറിയ വളരെ നിങ്ങൾ സൂക്ഷിക്കണം. അപ്പോൾ നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല രീതിക്ക് ഇവനെ എടുത്ത് കളഞ്ഞിട്ട് അത്രയും ക്ലീൻ ചെയ്ത് കൊടുക്കും കേട്ടോ. ക്ലീൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ മണ്ട ഭാഗം കേട്ടോ, ഈ നാമ്പ് ഭാഗമാണ്. ഈ നാമ്പ് ഭാഗം വരെ നമുക്ക് നോക്കുക കേട്ടോ. ഈ നാമ്പ് വാരി വെള്ളം ആകുന്ന വരെ നമുക്കിതിനെ വൃത്തിയാക്കി എടുക്കുക. വേറെ അതിനകത്തൊന്നും കടിച്ചിട്ടില്ല, വേറെ ചെമ്പൻചെല്ലി ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ നമുക്കുള്ള ഹോമിയോ കേട്ടോ. ഹോമിയോ ചെയ്യുന്ന എങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ആ ഹോമിയോ ഇതാ ഇതിൻ്റെ മണ്ട ഭാഗത്തായിട്ട് നമുക്കിങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ചിങ്ങനെ ഒന്ന് ആദ്യത്തെ സ്റ്റേജാണിത്. തീരെ അങ്ങ് പോയിന്ന് നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരു കുറച്ച് ഹോമിയോ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഇനി ഇത് കുറച്ച് ദിവസം ഇതിനെ വെയിലൊന്നും കൊള്ളിപ്പിക്കില്ല കേട്ടോ. വെയിലൊന്നും കൊള്ളിപ്പിച്ചതിൻ്റെ ഇത് ഒരു ഫംഗസൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും ഉണ്ടായിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പറയുമ്പോൾ നമുക്കിത് ഇതുപോലത്തെ ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക കേട്ടോ. ഇതേപോലത്തെ ടിഷ്യൂ പേപ്പർ എടുക്കുക. നമുക്ക് 2 3 മടക്കിയതിന് ശേഷം നമുക്കിത് അതെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ മണ്ടയിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഒരു കവറിട്ടൊന്ന് കെട്ടി കൊടുക്കുക. ഒരു 3 ദിവസം ഇങ്ങനെ നോക്കുക കേട്ടോ. 3-ാമത്തെ ദിവസം ഇതിനകത്തിട്ട് ഇതിൻ്റെ നാമ്പ് വരുന്നതനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ടിഷ്യൂ പേപ്പർ കൊടുത്താൽ പിന്നെ നമ്മൾ കൊടുക്കാവുന്ന കവറാണ്. കവർ നമ്മൾ കൊടുക്കാൻ നേരത്തെ ഒരിക്കലും ഇതേപോലെ ഇങ്ങനെ കൊടുക്കരുത് കേട്ടോ. ഇങ്ങനെ കൊടുക്കാതെ നമുക്ക് നേരെ 2 കവറൊന്ന് 2 സൈഡ് കീറിയതിന് ശേഷം നമുക്കിതിൻ്റെ ഉൾഭാഗത്തായിട്ട് ഇറക്കി വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് തീരെ അങ്ങ് താന്നിരിക്കല്ലേ, എങ്ങനെ ഇരിക്കാം കേട്ടോ. അപ്പോഴത് ഒരു നാമ്പ് വരുന്ന നമുക്ക് കാണാൻ കഴിയും കേട്ടോ. പെട്ടെന്ന് ഇറങ്ങിപ്പോൾ അങ്ങ് വരുന്നോളൂ. അല്ലെങ്കിൽ നമുക്ക് താഴെയാണ് നമുക്കിങ്ങനെ ഫ്ലാറ്റായിട്ടാണ് നമ്മൾ കെട്ടി വെച്ച് ടൈറ്റാണ് വെച്ചിരിക്കുന്നെങ്കിൽ നാമ്പൊന്നും വരത്തില്ല. അവിടെ നിന്ന് അവിഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതേപോലെ നോക്കുക കേട്ടോ. ഇതേപോലെ ചെയ്യേ. അപ്പോൾ നമ്മുടെ നാമ്പെല്ലാം നമുക്ക് ചെയ്ത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയാൻ നേരത്ത് നമുക്കുള്ള ഈ മടലിൻ്റെ അടിഭാഗം കാണുന്ന ഈ അഴുക്കുകൾ കേട്ടോ. അഴുക്കുകൾ കംപ്ലീറ്റും നമുക്ക് എടുത്ത് മാറ്റി കൊടുക്കണം. പിന്നെ മാറ്റി കൊടുത്താൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പോൾ തന്നെ ചെറിയ മഴയൊക്കെ ഉണ്ട്, മഴ പെയ്യുന്നുണ്ട്, ചെറുതായിട്ടൊക്കെ ഉണ്ട്. അപ്പോഴേ നമുക്ക് ഞാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അഴുക്ക് കംപ്ലീറ്റ് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്കുള്ള പിന്നെ ഈ ഒരു കൂട്ടുമിശ്രിതം. ഇപ്പോൾ കൂട്ടുമിശ്രിതം എന്ന് പറയുമ്പോൾ നാച്ചുറലായിട്ടേ കൊടുക്കാവൂ. ഞാൻ ഇവിടെ കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ അതേപോലെ മണൽ, കല്ലുപ്പും വേപ്പും മണ്ണാൻ കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത്. അത് എത്രയാണ് കൊടുക്കുന്നതെന്നൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോ കയറി നമുക്ക് കാണാം. അതെ, നമ്മൾ തെങ്ങിൻ്റെ കാഫിൽ നിൽക്കുന്നുണ്ടല്ലേ, നമ്മൾ തീരെ പോയത് തെങ്ങാണ് കേട്ടോ. അതങ്ങനെ ചെയ്ത് നിർത്തിയാണ്. ഇപ്പോൾ ഒരു അശ്രദ്ധ മൂലമാണ് ഇതിങ്ങനെ സംഭവിച്ചത്. ഇപ്പോൾ ആരും തന്നെ ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇങ്ങനെ തന്നാൽ ഇങ്ങനെ വന്നാൽ എന്താണ് ചെയ്യാനുള്ളത് നമ്മൾ നേരത്തെ കാണിച്ച് അതേപോലെ തന്നെ എല്ലാവരും ചെയ്ത് നോക്കുക. ഇല്ല ഇപ്പോൾ നോക്കിയാണ് നിറയെ നോക്കി പോകണം കേട്ടോ. 3 കൊല്ലത്തിൽ കായ്ക്കുന്ന തേങ്ങാണേ.
മലയെ കൊള്ളാം കേട്ടോ.